ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ട്വിസ്റ്റുകളൊക്കെ അടുക്കി പെറുക്കി വെച്ചിട്ട് ഒരു മൂവി എടുത്താൽ എങ്ങനെ ഉണ്ടാകും? അതാണ് ഈ ഐറ്റം. ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ മൊത്തം വെല്ലുവിളിച്ചിട്ട് എന്നെ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോടാന്ന് പറയുന്ന ഒരു സീരിയൽ കില്ലറുടെ കഥ. പുള്ളിയുടെ പരിപാടി എന്താന്ന് വെച്ചാൽ ആളെ കൊല്ലാൻ പോകുന്ന ഇരകളുണ്ടാവില്ലേ, അവരെ മുൻകൂട്ടി അവർ എപ്പോൾ മരിക്കും, എങ്ങനെ മരിക്കും എന്നൊക്കെ അറിയിക്കും. സിനിമയെ കുറിച്ചിട്ടൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ കഥയിൽ ഹീറോ ഉണ്ടല്ലോ, ആളുടെ ലവറെയും ബെസ്റ്റ് ഫ്രണ്ടിനെയും ആരോ ഒരാൾ കൊല്ലുന്നുണ്ട്. പക്ഷേ ഹീറോയ്ക്കാണെങ്കിൽ ഇവരെ ആര് കൊന്നെന്നോ എന്തിനു കൊന്നെന്നോ ഒന്നും അന്വേഷിച്ചിട്ട് ഒരു തുമ്പ് പോലും കിട്ടുന്നില്ല. അങ്ങനെ 10 വർഷങ്ങൾ കടന്നുപോയി. അതിനുശേഷം നഗരത്തിൽ വീണ്ടും കൊലപാതകങ്ങൾ നടക്കാൻ തുടങ്ങി. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾക്കും മുൻപ് ഹീറോയുടെ ലവറും ഫ്രണ്ടും മരിച്ചില്ലേ, അതിനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. മരിച്ച എല്ലാവരുടെ കയ്യിൽ നിന്നും ഡെത്ത് നോട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാവരെയും കൊല്ലുന്നത് ഒരു കില്ലർ തന്നെയാണ്. അങ്ങനെ ഈ കില്ലറെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ ഇറങ്ങിത്തിരിക്കുന്നു. പിന്നെ അതിനുശേഷം ഉണ്ടായതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. പിന്നെ ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ചൈനീസ് മൂവി ആയതുകൊണ്ട് തന്നെ അവരുടെ പേരുകളൊക്കെ പറയാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പാടാണ്. അതുകൊണ്ട് ഞാൻ അവർക്ക് എനിക്കിഷ്ടമുള്ള പേരുകൾ നൽകുന്നുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഹീറോ സാം അവനെയാണ് കാണിക്കുന്നത്. ആളൊരു പോലീസുകാരനാണ്. മാത്രമല്ല ആൾ ബോംബ് സ്ക്വാഡിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ സാം അവൻ്റെ സ്വിമ്മിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ ആൾക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്. പക്ഷേ സാം അത് ആദ്യം കണ്ടില്ലായിരുന്നു. അങ്ങനെ ഫോൺ എടുത്ത് നോക്കുമ്പോഴേക്ക് കുറേ മിസ്ഡ് കോൾ വന്ന് കിടക്കുന്നു. അവൻ എന്നിട്ട് തിരിച്ച് വിളിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ വിളിച്ചത് വേറെ ആരും ആയിരുന്നില്ല, അവൻ്റെ ലവറായിട്ടുള്ള ജൂലി ആയിരുന്നു. സാം എന്നിട്ട് തിരിച്ച് വിളിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ജൂലി ആണെങ്കിൽ ഫോൺ എടുത്തപ്പോൾ തന്നെ പറയുന്നത്, സാം എന്നെ ഇവിടെ ആരോ കെട്ടിയിട്ടേക്കുവാണ്, എന്നെയും പീറ്ററിനെയും ഒരു ഗോഡൗണിൽ കെട്ടിയിട്ടിട്ട് ബോംബ് വെച്ചേക്കുവാണെന്ന്. ഈ പീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സാമിൻ്റെയും അതുപോലെ തന്നെ ജൂലിയുടെയും ഫ്രണ്ട് തന്നെയാണ്. മാത്രമല്ല ഇവർ 3 പേരും പോലീസുകാർ കൂടിയാണ്. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് സാം, നീ എവിടെയാ, നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജൂലിയെ സീനിൽ കാണിക്കുന്നുണ്ട്. നോക്കുമ്പോൾ നമ്മുടെ ജൂലിയെ ഏതോ ഒരു ഗോഡൗണിലോ മറ്റോ തൂണിൽ കെട്ടിയിട്ട് വെച്ചേക്കുവാണ്. മാത്രമല്ല പീറ്ററും അവളുടെ അടുത്ത് തന്നെയുണ്ട്. അതുകൂടാതെ പീറ്ററിൻ്റെ ദേഹത്തായിട്ട് ഒരു ടൈം ബോംബ് കൂടി ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് ജൂലിയാണെങ്കിൽ ആകെ പേടിച്ച് വല്ലാതായിട്ടിരിക്കുമായിരുന്നു. അവൾ സാമിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എടാ ബോംബ് പൊട്ടാൻ ഇനി അധിക സമയമൊന്നുമില്ല, ഇതിലിപ്പോൾ 2 വയറുണ്ട്, റെഡും ബ്ലൂവും, അതിൽ ബോംബ് ഡിഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഏത് വയറാണ് വലിക്കേണ്ടതെന്ന്. അപ്പോൾ സാമിനാണെങ്കിൽ ഏത് വയറ് പറയണമെന്നുള്ള കൺഫ്യൂഷനായി. കാരണം അധിക സമയമൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, നീ ബ്ലൂ വലിച്ച് നോക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആകെ പാനിക്കായിട്ടുണ്ടായിരുന്ന ജൂലി അതിലേതോ ഒരു വയറ് പിടിച്ച് വലിച്ചു. പക്ഷെ അതൊരു റോങ് വയറായിരുന്നു. നമ്മുടെ ബോംബ് പൊട്ടി 2 പേരും സ്പോട്ടിൽ തന്നെ മരിച്ചു. സാം പെട്ടെന്ന് തന്നെ ആ ഗോഡൗണിലേക്ക് ഓടിയെത്തിയെങ്കിലും നമ്മുടെ ജൂലിയുടെയും പീറ്ററിൻ്റെയും പൊടി പോലും കാണാനില്ലായിരുന്നു. കാരണം ബോംബ് പൊട്ടിയിട്ട് അവിടെ മൊത്തം നാശമായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ സാമി ജൂലിയെയും പീറ്ററിനെയും ആരാ കൊന്നതെന്നറിയാൻ വേണ്ടിയിട്ട് ഈ കേസിന് പുറകെ ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ ഒരു തുമ്പും ഒന്നും തന്നെ കിട്ടുന്നില്ല. എന്നാൽ അവർക്ക് അവിടെ നിന്നൊരു ഡെത്ത് നോട്ട് കിട്ടുന്നുണ്ട്. അതിലുണ്ടായിരുന്നത് ആരൊക്കെയാണ് കൊല്ലപ്പെടാൻ പോകുന്നതെന്നും അവരെപ്പോൾ മരിക്കുമെന്നുള്ള ടൈമും ഒക്കെ ആയിരുന്നു. അങ്ങനെ കൊലയാളിയെ പിടിക്കാൻ പറ്റാതെ 10 വർഷങ്ങൾ കഴിഞ്ഞു. നമ്മുടെ സാമിനാണെങ്കിൽ ആരാണ് ജൂലിയെയും പീറ്ററിനെയും ഇങ്ങനെ കൊന്നത് എന്ന് പിടിക്കാൻ പറ്റാത്തതിൽ ഭയങ്കര കുറ്റബോധമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ ജോലിയിലൊന്നും മര്യാദക്ക് ശ്രദ്ധിക്കാതെ ഉഴപ്പി നടക്കുമായിരുന്നു. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സാമും ആളുടെ ഫ്രണ്ട് ഉണ്ട്, ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ. ആളും കൂടിയിട്ട് എങ്ങോട്ടേക്കോ കാറിൽ പോകുന്നതായിട്ടാണ്. ഈ സാമിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഇപ്പോൾ ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആയല്ലോ. അപ്പോൾ ആൾ ജീവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളും അങ്ങനെയുള്ള ബിസിനസ്സൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഇവരങ്ങനെ കാറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് സാമിനോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ കുറ്റബോധം വെച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിൻ്റെ ലവർക്ക് എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു, നീ എന്തായാലും അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് മര്യാദയ്ക്ക് ജോലിയൊക്കെ ചെയ്യണമെന്ന്. എന്നിട്ട് അവരങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഫ്രണ്ട് സാമിനോട് പറയുന്നുണ്ട്, എടാ എനിക്കൊന്ന് അപ്പാർട്ട്മെൻറ്റിൽ പോകണം, എൻ്റെ കുറച്ച് ഫയൽസ് അവിടെയുണ്ട്, എനിക്കതൊന്ന് എടുക്കണം എന്ന്. അങ്ങനെ ഇവർ 2 പേരും കൂടിയിട്ട് ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നുണ്ട്. ഫ്രണ്ട് നേരെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി പോവുകയും ചെയ്തു. സാം അങ്ങനെ പുറത്ത് കാറിലിരിക്കുമായിരുന്നു. അങ്ങനെ സാം ഒരു സിഗരറ്റൊക്കെ വലിച്ചിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ചുറ്റുപാടൊക്കെ നിരീക്ഷിക്കുമ്പോൾ പെട്ടെന്നുണ്ട് അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിലേക്ക് കയറിലൂടെ ആരോ ഒരാൾ കയറിപ്പോകുന്നു. ഇത് കണ്ട സാമിന് എന്തോ ഒരു പന്തികേട് തോന്നി. അവൻ നേരെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. പക്ഷെ അവിടെ ലിഫ്റ്റിൽ കയറാൻ നോക്കുമ്പോഴേക്ക് ലിഫ്റ്റ് ബ്ലോക്ക് ആയിരുന്നു. എന്നിട്ട് ഇവൻ സ്റ്റെയർ വഴി നേരെ മുകളിലേക്ക് ഓടി കയറുന്നുണ്ട്. അപ്പോഴേ കണ്ട നമ്മുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവൻ്റെ ആ ഒരു റൂമിൽ നിന്നും ആരോ ഒരാൾ ഇറങ്ങി ടെറസിലേക്ക് ഓടുന്നു. അപ്പോൾ സാം നേരെ അയാളുടെ പുറകെ ഓടി. പക്ഷേ അയാളെ ചേസ് ചെയ്തിട്ട് കുറച്ച് പിടിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും ആൾ രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ സാം തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോഴേക്ക് നമ്മുടെ സാമിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, ആൾ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കൊലപാതകമൊക്കെ അറിഞ്ഞിട്ട് എല്ലാ പോലീസ് ഓഫീസേഴ്സും മീഡിയാസും ഒക്കെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്നുണ്ട്. ഈ കേസ് ഇപ്പം അന്വേഷിക്കാൻ പോണത് ഒരു സുപ്പീരിയർ ഓഫീസറായിരുന്നു. ആളുടെ പേര് ജോൺ എന്നാണ്. ജോൺ അങ്ങനെ ഈ ക്രൈം സീനിലേക്ക് വരുമ്പോഴേക്ക് നമ്മുടെ സാം ഉണ്ടല്ലോ,
ആൾ ഈ ഡെഡ് ബോഡിയുടെ അടുത്ത് കസേരയിൽ ഇരിക്കുന്നു. ജോണിനാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ സാമിന് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. എന്നിട്ട് ജോൺ നേരെ സാമിൻ്റെ അടുത്ത് പോയിട്ട് നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ സാം ആണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ വേറെന്തോ ചിന്തിച്ചിരിക്കുമായിരുന്നു. കൂടാതെ സാമിനൊരു പ്രശ്നമുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ലവർ ഉണ്ടല്ലോ ജൂലി, ആളിങ്ങനെ കാണുന്നത് പോലെ ഒരു ഇല്യൂഷൻ ഉണ്ടാകും. അങ്ങനെ പോലീസ് ഓഫീസർ ജോൺ സാമിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സാമിന് ജൂലിയെ കാണുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ജൂലി ഇവനോട് പറയുന്നത് നീ എന്തിനാണ് ഇങ്ങനെ പൊട്ടനെ പോലെ ഇരിക്കുന്നത്, അവർ ചോദിക്കുന്നതിന് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സൊക്കെ കൊടുക്കുന്നത്. ഇത് കേട്ടപ്പാട് സാം ജോണിനോട് പറയുന്നത് കില്ലറിനെ കാണാൻ വേണ്ടിയിട്ട് അധികം തടിയൊന്നും ഉണ്ടാവില്ല, ആൾക്കൊരു 6 അടിയുടെ അടുത്ത് പൊക്കമുണ്ട്, കറുത്ത ഹുഡിയായിരുന്നു, വേഷം എന്നൊക്കെയായിരുന്നു. ഇത് കേട്ടിട്ട് നമ്മുടെ പോലീസ് ഓഫീസർ ജോൺ വീണ്ടും ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നോട് അതല്ല ചോദിച്ചത്, നീ എന്തിനായിരുന്നു ഇവിടെ വന്നതെന്നാണെന്ന്. അപ്പോൾ സാം ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. താനും തൻ്റെ ഫ്രണ്ടും ഇങ്ങനെ കാറിൽ വരുമ്പോൾ ആൾക്കെന്തോ ഫയൽ എടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നതെന്നും താൻ പുറത്ത് കാറിലിരിക്കുമ്പോൾ ആരോ ഒരാൾ വീടിൻ്റെ മുകളിലേക്ക് കയറി വരുന്നതായിട്ട് കണ്ടെന്നും അയാളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഇതിനുള്ളിലേക്ക് കയറി വന്നതെന്നും ഒക്കെ. അത് കേട്ട പോലീസ് ഓഫീസർ ജോൺ വീണ്ടും ചോദിക്കുന്നുണ്ട് നീ എന്താ നിൻ്റെ ഫ്രണ്ടിനെ രക്ഷിക്കാൻ ശ്രമിക്കാതെ നേരെ കില്ലറിൻ്റെ പുറകെ ഓടിയെന്ന്. ഇത് കേട്ട സാം പറയുന്നത് എൻ്റെ ഫ്രണ്ട് എന്തായാലും മരണപ്പെടുമായിരുന്നു, കാരണം കില്ലറിന് ഇവനെ കൊല്ലാനുള്ള സാവകാശമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കില്ലറിൻ്റെ പുറകെ ഓടിയത്. കില്ലറെ കിട്ടുവാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ അവൻ്റെ പുറകെ ഓടിയതെന്നാണ് സാം പറയുന്നത്. പക്ഷേ ഈ പോലീസുകാർക്കൊന്നും സാം പറയുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമൊന്നും ആവുന്നില്ല. ഇനി അവൻ തന്നെയാണോ കില്ലർ എന്ന് ഇവർക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഈ മരിച്ച ആളുടെ ബോഡിയൊക്കെ പരിശോധിക്കുമ്പോൾ ആളുടെ പോക്കറ്റിൽ നിന്നും അവർക്കൊരു സംഭവം കിട്ടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു ഡെത്ത് നോട്ടീസ്. അതിൽ മരണപ്പെടാൻ പോകുന്ന ആളുടെ പേരും അയാൾ ഏത് ദിവസം ഏത് സമയത്ത് എങ്ങനെ മരിക്കുന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് സാമിന് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നു. എന്താന്ന് വെച്ചാൽ ഇവൻ്റെ ഫ്രണ്ടും ലവറും മരിച്ചിട്ടുണ്ടായിരുന്നില്ലേ 10 വർഷം മുന്നേ, അവരുടെ ബോഡിയുടെ അടുത്ത് നിന്നും ഇതേപോലെ തന്നെ എഴുതിയേക്കുന്ന ഒരു ഡെത്ത് നോട്ടീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനർത്ഥം ആ കൊലയും ഇപ്പോൾ നടന്നേക്കുന്ന ഈ കൊലയും ചെയ്തത് സെയിം കില്ലറാണെന്നല്ലേ. അങ്ങനെ ആ സംഭവം അവിടെ കഴിഞ്ഞിട്ട് നമ്മുടെ പോലീസ് ഓഫീസർ ജോൺ ഉണ്ടല്ലോ, ആള് ഒരു പത്രസമ്മേളനം നടത്തുമായിരുന്നു. അങ്ങനെ ഈ മീഡിയാസ് ചോദിക്കുന്നതിനൊക്കെ ആൻസറൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ കോൺഫറൻസ് നടക്കുന്ന ഹാളുണ്ടല്ലോ അതിൻ്റെ സൈഡിലായിട്ട് 2 TV ഉണ്ടായിരുന്നു. അത് നമ്മുടെ കില്ലർ ഹാക്ക് ചെയ്തിട്ട് മീഡിയക്കാരോടായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. കില്ലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അയാൾ കൊല്ലുന്നവരെല്ലാവരും തെറ്റ് ചെയ്തവരാണെന്നും അവരുടെ ഡ്യൂട്ടീസൊക്കെ മര്യാദയ്ക്ക് ചെയ്യാത്തവരാണ്, അങ്ങനെയുള്ളവരെ ഞാൻ എന്തായാലും കൊല്ലും എന്നൊക്കെയായിരുന്നു. ഈ പോലീസ് ടീമൊക്കെ കൂടിയിട്ട് ഈ ഹാക്ക് ചെയ്തവനെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചെങ്കിലും ആളെ പിടിക്കാനൊന്നും പറ്റിയില്ല. അതേസമയം നമ്മുടെ സാം ഉണ്ടല്ലോ, അവൻ ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ജോയിൻ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം അവൻ്റെ ഫ്രണ്ടിനെയും ലവറേയും കൊന്നേക്കുന്ന കില്ലറെ തന്നെയാണല്ലോ ഇവരിപ്പോൾ ഈ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അവൻ്റെ സുപ്പീരിയർ ഓഫീസറെ വിളിച്ചിട്ട് എനിക്കും ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ജോയിൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആൾ ആദ്യം ഒന്നും സമ്മതിക്കുന്നില്ല, കാരണം ഇവൻ മര്യാദയ്ക്ക് ഇവൻ്റെ ജോലിയൊന്നും ചെയ്യാറില്ലല്ലോ. അങ്ങനെ സാം കുറേയൊക്കെ പറഞ്ഞ് ആളെ കൺവിൻസ് ചെയ്തിട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ കയറി പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സീനിൽ കാണിക്കുന്നത് ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമൊക്കെ കൂടിയിട്ട് ഒരു മീറ്റിംഗ് കൂടുന്നതാണ്, എങ്ങനെ കില്ലറെ പിടിക്കാന്നൊക്കെ ഡിസ്കസ് ചെയ്യാൻ. അങ്ങനെ നമ്മുടെ സാമും ആ ഡിസ്കഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഇവർ പഴയ കേസിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് പറയുന്നത് അന്ന് സാമിൻ്റെ ലവറും ഫ്രണ്ടും മരിച്ച ആ ഒരു ബ്ലാസ്റ്റ് നടന്ന ദിവസമില്ലേ, അന്ന് രാവിലെ വേറൊരു കൊലപാതകം കൂടി നടന്നിട്ടുണ്ടായിരുന്നു. അയാളും ആ സിറ്റിയിലെ തന്നെ ഉയർന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. പെട്ടെന്ന് കാറ് ബ്ലാസ്റ്റ് ആയിട്ട് അയാളും ഓൺ ദി സ്പോട്ടിൽ മരിച്ചു വീഴുകയായിരുന്നു. എന്നിട്ട് നമ്മുടെ പോലീസ് ഓഫീസർ ജോൺ സാമിനോട് ചോദിക്കുന്നുണ്ട് അന്ന് 10 വർഷം മുൻപ് മരിച്ചത് നിന്റെ ലവറും നിന്റെ ബെസ്റ്റ് ഫ്രണ്ടും ആയിരുന്നല്ലോ, നിനക്ക് അവരെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറ. അതുപോലെ തന്നെ നീ അന്ന് സംഭവ സ്ഥലത്തേക്ക് പോയപ്പോൾ എന്തൊക്കെയായിരുന്നു അവിടെ കണ്ടത്, അതിനെ കുറിച്ചിട്ട് ഒന്ന് പറയാന്ന്. എന്നിട്ട് സാം അവൻ്റെ മരിച്ചുപോയ ഫ്രണ്ട് ഉണ്ടല്ലോ പീറ്റർ, അവനെ എങ്ങനെ കണ്ടുമുട്ടിയതെന്ന് പറയുന്നുണ്ട്. അവർ രണ്ടുപേരും തന്നെ ചെറുപ്പം മുതൽ ഒരു ഓർഫനേജിലാണ് വളരുന്നത്. മാത്രമല്ല രണ്ടുപേരും ഒന്നിച്ചിട്ട് പോലീസ് ജോലിയിൽ പ്രവേശിച്ചവരായിരുന്നു. അതുകൂടാതെ തന്നെ പീറ്റർ നല്ലൊരു മനുഷ്യനാണെന്നും നമ്മുടെ സാം പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഈ പോലീസ് ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷമാണ് സാമും ജൂലിയെ പരിചയപ്പെടുന്നതും അവർ രണ്ടുപേരും തമ്മിൽ ലവേഴ്സ് ആവുന്നതും. മാത്രമല്ല അന്ന് അവർ മരിക്കാൻ കാരണമായ ബ്ലാസ്റ്റ് നടന്നല്ലോ, അവിടത്തേക്ക് സാം പോയപ്പോൾ വേറൊരു കാര്യം കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ അന്ന് അവൻ്റെ ലവറും അവൻ്റെ ഫ്രണ്ടും മരിച്ചു. അവർ രണ്ടുപേരെയും കൂടാതെ വേറൊരാൾ കൂടി ഈ ബ്ലാസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ പൊട്ടിത്തെറി നടന്ന ഗോഡൗൺ ഉണ്ടല്ലോ അതിനടുത്തായിട്ട് താമസിക്കുന്ന ഒരു ഹോംലെസ് മാൻ. അയാൾക്ക് അങ്ങനെ വീടോ ബന്ധുക്കളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അവിടെ ഇവിടുന്നൊക്കെ കിട്ടുന്ന പാട്ടയൊക്കെ പെറുക്കിയിട്ടാണ് ആൾ ജീവിക്കുന്നത്. മാത്രമല്ല അന്ന് ആ ബ്ലാസ്റ്റിൽ പെട്ടിട്ട് ആൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആളുടെ ശരീരത്തിൽ 70% പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആളുടെ ഹെൽത്ത് ഭയങ്കര ഇഷ്യൂ ആണെന്നും ജീവിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കഷ്ടപ്പാടാണെന്നും ഒക്കെ സാം പറയുന്നുണ്ട്.
അങ്ങനെ ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് അതിലൊരു ഓഫീസർ പറയുന്നത്, നമ്മുടെ കില്ലർ ഉണ്ടല്ലോ, ആളെ അവർ ഡാർക്കർ എന്നാണ് വിളിക്കുന്നത്. അപ്പം നമുക്ക് എന്നെ ഡാർക്കർ എന്ന് വിളിക്കാം. ഈ ഡാർക്കർ ഉണ്ടല്ലോ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഡാർക്കർ അടുത്തതായിട്ട് കൊല്ലാൻ പോകുന്ന വിക്ടിം ഉണ്ടാവുമല്ലോ, അവരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങൾക്ക് ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. ഈ പോസ്റ്റിൽ സമൂഹത്തിലുള്ള ഉയർന്ന ആൾക്കാരുടെ പേര് വിവരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പൊതുജനങ്ങൾക്ക് അവരിൽ ആരെ അടുത്തതായിട്ട് ഡാർക്കർ കൊല്ലണമെന്ന് വോട്ട് ചെയ്തിട്ട് തീരുമാനിക്കാം. അങ്ങനെ ഒരു പോസ്റ്റായിരുന്നു ആളിട്ടിട്ടുണ്ടായിരുന്നത്. ഈ പോലീസുകാരൊക്കെ കൂടിയിട്ട് ഈ പോസ്റ്റ് വന്നേക്കുന്ന IP അഡ്രസ്സ് കണ്ടുപിടിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതിനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സംഭവം കൂടി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സാമിന് കില്ലറെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്ന് ഭയങ്കര വാശിയായി. അങ്ങനെ അവൻ്റെതായ രീതിയിൽ കുറച്ച് അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല, നേരത്തെ അപ്പാർട്ട്മെൻറ്റിൽ മരിച്ചിട്ടുണ്ടായിരുന്ന, അയാളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അയാൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ ഡാർക്കർ ഇയാളെ കൊന്നതെന്ന് നമ്മുടെ സാമിന് അറിയണമായിരുന്നു. അങ്ങനെ ആളുടെ ഫോണിൻ്റെ ഡീറ്റെയിൽസും മറ്റുമൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കുമ്പോഴേക്ക് ആൾ കഴിഞ്ഞ മാസം ഒരു ഗ്രാമത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയൊക്കെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ടായിരുന്നു. അങ്ങനെ സാമും ആ ഗ്രാമത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് നോക്കുമ്പോഴേക്ക് ആ ഗ്രാമത്തിലുള്ളവരോടൊക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞേക്കുവാണ്. എന്തിനാണെന്ന് വെച്ചാൽ അവിടെ കുറേ ഡെവലപ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട് പോലും. അതുകൊണ്ട് ആ ഗ്രാമത്തിലുള്ള സ്ഥലം മുഴുവനായിട്ട് ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലുള്ളവരുടെ ജീവിതമൊക്കെ ഭയങ്കര ദുരിതത്തിലായിരുന്നു. ഈ ആൻഡ്രൂസിന്റെ പോസ്റ്ററൊക്കെ നമുക്ക് അവിടെ ഒരു ചുമരിൽ കാണാമായിരുന്നു. പക്ഷെ അപ്പോഴായിരുന്നു നമ്മുടെ സാം വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഡാർക്കർ നേരത്തെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, കുറച്ച് ആൾക്കാരുടെ പേരൊക്കെ വെച്ചിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ നമ്മുടെ ആൻഡ്രൂസിൻ്റെ പേരും ഉണ്ടായിരുന്നു. ആൻഡ്രൂസിനെയും ഡാർക്കർ കൊല്ലാൻ പോവുകയാണ്. അപ്പോൾ ഇതറിഞ്ഞ സാം പെട്ടെന്ന് തന്നെ നമ്മുടെ ആൻഡ്രൂസിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ആൻഡ്രൂസ് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയാണ്, എന്നെയൊന്നും ഒരു ഡാർക്കറും കൊല്ലാൻ പോണില്ല, അവനൊന്നും എന്നെ തൊടാൻ പോലും പറ്റത്തില്ല, എനിക്ക് അത്രയ്ക്കും സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെന്ന്. മാത്രമല്ല 10 വർഷം മുന്നേ ഈ ആൻഡ്രൂസിന് ഇതുപോലെ തന്നെ ഒരു ഡെത്ത് നോട്ടീസ് കിട്ടിയിട്ടുണ്ടായിരുന്നെന്നും എന്നിട്ട് ആ ഡാർക്കർ എന്നെ കൊന്നോ എന്നും സാമിനോട് ചോദിക്കുന്നുണ്ട്. അതായത് 10 വർഷം മുന്നേ തന്നെ ഈ കില്ലർ ഉണ്ടല്ലോ ഡാർക്കർ, അയാൾ നമ്മുടെ ആൻഡ്രൂസിന് ഡെത്ത് നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ കാരണവശാൽ അപ്പോൾ ആൾക്ക് ഈ ആൻഡ്രൂസിനെ കൊല്ലാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള സീനിൽ നമ്മുടെ സാം 10 വർഷങ്ങൾക്ക് മുൻപ് ഒരു ബ്ലാസ്റ്റ് നടന്നില്ലേ, അവൻ്റെ ലവർ മരിച്ചിട്ടുണ്ടായിരുന്ന, അതിലൊരു ഹോംലെസ് മാനും പെട്ടിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, അയാളെ കാണാൻ പോകുന്നുണ്ട്. നോക്കുമ്പോഴേക്കും ആളുടെ മുഖമൊക്കെ ആകെ വികൃതമായിട്ട് ഇപ്പോൾ ഒരു പണിക്കും പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ആളുണ്ടായിരുന്നത്. എന്നിട്ട് സാം ആളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അന്ന് എന്തൊക്കെയാണ് കണ്ടെത്തുന്നത് എന്നോടൊന്ന് പറയാമോ, എനിക്കിപ്പോൾ ഈ കില്ലറെ പിടിക്കണം എന്നൊക്കെ. അപ്പോൾ ആൾ പറയുന്നത് ആൾ ആ ഗോഡൗണിൻ്റെ പുറത്തുനിന്ന് എന്തോ ഒരു പണിയെടുക്കുമായിരുന്നു. അപ്പോൾ ആദ്യം ഒരാൾ ആ ഗോഡൗണിന് ഉള്ളിലേക്ക് കയറി പോകുന്നത് കണ്ടു. പക്ഷേ ആളുടെ മുഖം അത്ര ക്ലിയർ ഒന്നും ആയിരുന്നില്ല, ഹുഡിയോ അങ്ങനെ എന്തോ ഡ്രസ്സ് ഇട്ടിട്ടായിരുന്നു ആളുണ്ടായിരുന്നത്. അതിന് പുറകെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേറൊരാളും കൂടി കയറി പോകുന്നത് കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു പെണ്ണും അതിനുള്ളിലേക്ക് കയറി പോകുന്നത് കണ്ടു. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആദ്യം അതിനുള്ളിലേക്ക് കയറിപ്പോയ ആ ഒരാളില്ലേ ഹുഡിയൊക്കെ ഇട്ടിട്ട്, അയാൾ പുറത്തേക്ക് തന്നെ ഇറങ്ങി പോകുന്നതും കണ്ടു. അപ്പോൾ ഇത് കണ്ട ഹോംലെസ് മാനിനെ എന്തൊക്കെയൊക്കെ ഡൗട്ട് അടിച്ചിട്ട് അവിടെ എന്താ പരിപാടി നോക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ആ ഗോഡൗണിനടുത്തേക്ക് പോയി നോക്കി. അവിടെ ചെന്ന് നോക്കുമ്പോഴേക്കും ഈ പെണ്ണ് ആരോടോ വീഡിയോ കോൾ ചെയ്തിട്ട് റെഡ് ആണോ ബ്ലൂ ആണോ ഏത് വയറാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല രണ്ടാമത് കയറിപ്പോയ ആ ഒരാളുണ്ടല്ലോ, ആളവിടെ ബോധം കെട്ട് കിടക്കുന്നുണ്ട്. ആളുടെ ദേഹത്തായിട്ടാണെങ്കിൽ ഒരു ടൈം ബോംബ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട ആ ഹോംലെസ് മാൻ അവിടെ നിന്നും പെട്ടെന്ന് തിരിച്ചു പോകാൻ നോക്കിയെങ്കിലും അപ്പോഴേക്കും ബോംബ് പൊട്ടി ഇയാൾ അതിൽ പെട്ടുപോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് സാം നേരെ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ജൂലി ഉണ്ടായിരുന്നല്ലോ, സാമിൻ്റെ ലവർ, അവൾക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഒരു ദിവസം ഈ ജൂലിയും അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയിട്ട് എവിടെ ഇരുന്നിട്ട് വെള്ളമടിക്കുമായിരുന്നു. അപ്പോൾ ഈ ബെസ്റ്റ് ഫ്രണ്ട് പറയുന്നുണ്ട്, എടി എനിക്കൊരു കാമുകനുണ്ട്, അവൻ മിക്കവാറും എന്നെ തേക്കും, പക്ഷേ എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ജൂലി ആരെ ഈ ലവർ എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ പിറ്റേന്ന് നമ്മുടെ ജൂലി കാണുന്നത് ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ, ആ ഒരു പെണ്ണ്, അവള് വെള്ളത്തിൽ മുങ്ങി മരിച്ചിരിക്കുവാണ്. അത് കണ്ട ജൂലി അവളുടെ ഫോണൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ നിന്നും നമ്മുടെ ജൂലിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ, അവൾക്കൊരു ലവർ ഉണ്ടായിരുന്നെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് വേറെ ആരും ആയിരുന്നില്ല, സാമിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്ന ആ പീറ്റർ ഇല്ലേ, ജൂലിയുടെ കൂടെ ബ്ലാസ്റ്റിൽ മരിച്ചുപോയ അവനായിരുന്നു ആ ലവർ. അപ്പോൾ ഇതറിഞ്ഞ ജൂലി അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് മരിക്കാൻ കാരണം പീറ്റർ ആണെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്. ഇത് കണ്ട പീറ്ററിൻ്റെ മേലുദ്യോഗസ്ഥർ അവന് ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞിട്ട് അവനെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജോലി പോയ വിഷമത്തിൽ നമ്മുടെ പീറ്റർ സാമിനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്നുണ്ട്.
പീറ്റർ ആണെങ്കിൽ വെള്ളം അടിച്ചിട്ട് 4 കാലിലായിരുന്നു വന്നത്. എന്നിട്ട് സാമിനോട് തട്ടിക്കയറിയിട്ട് നിന്റെ ലവർ കാരണം എൻ്റെ ജോലി പോയി, നീയും അവളും കൂടി ഒത്തു കളിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സാമിനോട് ഒരുപാട് ചൂടാവുന്നുണ്ട്. അപ്പോൾ സാം ചോദിക്കുന്നുണ്ട്, എടാ നിനക്ക് എന്താ പറ്റിയത്, എന്താ പ്രശ്നം നോക്കി. പക്ഷെ പീറ്റർ ആണെങ്കിൽ നല്ല വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നത് കാരണം നമ്മുടെ സാമിൻ്റെ ഡ്രസ്സിലൊക്കെ വാള് വെച്ചിട്ട് അവിടെ തന്നെ അന്ന് രാത്രി കിടന്നുറങ്ങി. അപ്പോൾ ഇതൊക്കെ സാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടും 10 വർഷം മുൻപുള്ള ആ ഒരു കേസ് ഫയൽസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴായിരുന്നു സാം ഒരു കാര്യം ശ്രദ്ധിച്ചത്. എന്താന്ന് വെച്ചാൽ ബ്ലാസ്റ്റ് നടന്നിട്ടുള്ളത് വൈകുന്നേരം 4:13 പക്ഷേ നമ്മുടെ ജൂലി സാമിനെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ടൈമിൽ. ആ ഒരു ടൈം കാണിക്കുന്നത് 4:15 അതായത് 4:15 ജൂലി വിളിച്ചിട്ടുണ്ടെങ്കിൽ 4:13 എങ്ങനെ ബ്ലാസ്റ്റ് നടക്കും? ആ ഒരു 2 മിനിറ്റ്സ് ഗ്യാപ്പ് എങ്ങനെ വന്നു? അതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ സാം ആകെ കിളി പോയിട്ടിരിക്കുമായിരുന്നു. മാത്രമല്ല ഈ ഡാർക്കറെ കുറിച്ചിട്ട് യാതൊരുവിധ വിവരങ്ങളും നമ്മുടെ പോലീസ് ടീമിന് ലഭിക്കുന്നുമില്ല. അപ്പോഴാണ് അവർ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഡാർക്കർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, കുറച്ച് ആൾക്കാരുടെ പേരൊക്കെ വെച്ചിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലൊരു ലേഡിയുടെ പേരുണ്ടായിരുന്നു. ആളൊരു പരിസ്ഥിതി പ്രവർത്തകയാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം അവരൊരു സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു രോഗിയുമായിട്ട് ഒരു ആംബുലൻസ് അതുവഴി വന്നു. അപ്പോൾ ഇവരുടെ ഈ സമരം കാരണം റോഡൊക്കെ ബ്ലോക്കായിട്ട് ആംബുലൻസിന് കറക്റ്റ് സമയത്ത് ഈ രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയില്ല. അങ്ങനെ ആ രോഗി മരിച്ചു. അപ്പോൾ ഈ പരിസ്ഥിതി പ്രവർത്തക ഉണ്ടല്ലോ, ഈ ലേഡി, ആളുടെ ഭാഗത്ത് നിന്നും വലിയൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡാർക്കർ അവരെ കൊല്ലാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സാമും മറ്റുള്ള ഓഫീസേഴ്സും ഒക്കെ പെട്ടെന്ന് തന്നെ ഈ ലേഡിയെ കാണാൻ പോകുന്നുണ്ട്. അവരോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ പറയുന്നത് അവർക്കന്ന് വൈകുന്നേരം എന്തോ ഒരു പരിപാടിയുണ്ട്, അവർക്ക് എന്തായാലും അതിൽ പങ്കെടുക്കണമെന്നായിരുന്നു. അപ്പോൾ അത് കേട്ട നമ്മുടെ ഓഫീസർ ജോൺ പറയുന്നുണ്ട്, ഓക്കെ ആ പരിപാടിയിൽ എന്തായാലും ഒരുപാട് മീഡിയാസും ജനങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അവരുടെയൊക്കെ ഇടയിൽ വെച്ചിട്ട് ഈ ഡാർക്കർക്ക് എന്തായാലും ഈ ലേഡിയെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല അവർക്ക് പോലീസ് പ്രൊട്ടക്ഷനും കൊടുക്കാമെന്ന്. എന്നിട്ട് അവർ അന്ന് വൈകുന്നേരം ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെ ഫോണിലേക്കും ഒരേ സമയത്ത് ഒരു ഡെത്ത് നോട്ട് വരുന്നത്. എന്താന്ന് വെച്ചാൽ ആ പരിസ്ഥിതി പ്രവർത്തക ഉണ്ടല്ലോ, അവരന്ന് കൊല്ലപ്പെടാൻ പോവുകയാണെന്ന്. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ പോലീസ് ടീമൊക്കെ പെട്ടെന്ന് വന്നിട്ട് ഈ ലേഡിയെ അവരുടെ കാറിലേക്ക് കയറ്റുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും കൂടിയിട്ട് ചുറ്റും ഡാർക്കർ എവിടെയാണെന്ന് തപ്പുമായിരുന്നു. ആ സമയത്ത് നമ്മുടെ ലേഡി ഉണ്ടല്ലോ, അവർ കാറിലിരിക്കുന്നുണ്ടായിരുന്നല്ലോ, അവരുടെ അടുത്തേക്ക് അവരുടെ കാണാതായ നായക്കുട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ പട്ടിയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ പെട്ടെന്ന് തന്നെ അതിനെ എടുത്തിട്ട് അവരുടെ മടിയിലേക്ക് വെക്കുന്നുണ്ട്. പക്ഷേ ഇവരറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ പട്ടിയുടെ ദേഹത്ത് ഒരു ടൈം ബോംബ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അപ്പം തന്നെ പൊട്ടിയിട്ട് അവർ ഓൺ ദ സ്പോട്ടിൽ മരിച്ചുപോയി. പക്ഷെ നമ്മുടെ സാമിന് ആ ഒരു ഹോംലെസ് മാൻ ഇല്ലേ, അന്ന് ആ ബ്ലാസ്റ്റിൽ പരിക്കേറ്റ അയാളെ ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. ഇനി അയാളാണോ ഈ ഡാർക്കർ എന്നറിയാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂട്ടത്തിലുള്ള ഒരു ലേഡി ഓഫീസറിനെ അയാൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തൊട്ടിട്ട് ഈ ലേഡി ഓഫീസർ ഈ ഹോംലെസ് മാനിൻ്റെ വീടിൻ്റെ പുറത്ത് അയാളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് നമ്മുടെ സാമിനെ അവൾ വിളിച്ച് പറയുന്നുണ്ട്, ഈ ഹോംലെസ് മാൻ അല്ല കില്ലർ, ഇയാൾ രാവിലെ തൊട്ട് ഈ വീട്ടിൽ തന്നെയുണ്ട്, ഞാൻ അവനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു, അപ്പോൾ അവനല്ല നമ്മൾ അന്വേഷിക്കുന്ന ഡാർക്കർ എന്ന്. അങ്ങനെ പോലീസ് ഓഫീസേഴ്സ് ഈ പണിയൊക്കെ ആരാ ചെയ്യുന്നതെന്ന് അറിയാതെ ആകെ നട്ടം തിരിഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ ഈ പോലീസുകാരൊക്കെ കൂട്ടിയിട്ട് ഇനി അടുത്തത് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് തന്നെ ആ മീറ്റിംഗ് റൂമിലുണ്ടായിരുന്ന ഒരു TV നമ്മുടെ ഡാർക്കർ ഹാക്ക് ചെയ്തിട്ട് അതിലൊരു വിഷ്വൽ പ്ലേ ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ ഒരു ചെയറിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കെട്ടിയിട്ടിരിക്കുന്നത് ആരെയാണെന്ന് വെച്ചാൽ ഡോങ്ലി എന്ന് പറയുന്ന ഒരു ക്രിമിനലിനെയാണ്. അപ്പോൾ നമ്മുടെ ഡാർക്കർ എന്നിട്ട് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്, ഇവനെ ഞാൻ എന്തായാലും നാളെ കൊല്ലാൻ പോവാണ്, ഇവൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാമല്ലോ എന്ന് ആരും ഉന്നം വെച്ചിട്ട് പറയുന്ന പോലെ നമുക്ക് തോന്നും. അപ്പം തന്നെ നമ്മുടെ പോലീസ് ഓഫീസർ ജോൺ ഉണ്ടല്ലോ, ആളുടെ മുഖത്ത് എന്തോ ഒരു പേടിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ഈ ജോൺ എന്തോ ഒരു ഫ്ലാഷ് ബാക്ക് ഓർമ്മിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ കെട്ടിയിട്ടിരിക്കുന്ന ഡോങ്ലി ഉണ്ടല്ലോ, അവനെയും അവൻ്റെ ഒരു ഫ്രണ്ടിനെയും പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജോണും വേറൊരു ഓഫീസറും കൂടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വെടിവെപ്പിൽ ഈ കൂടെ പോയിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനുണ്ടല്ലോ, ജോണിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്ന അയാൾ മരിക്കുന്നുണ്ട്. കൂടാതെ ഡോങ്ലിയുടെ ഫ്രണ്ടും അതിൽ തന്നെ മരിക്കുന്നുണ്ട്. പക്ഷെ ഡോങ്ലി അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് പോകുന്നുണ്ടായിരുന്നു. അവനെ ആർക്കും തന്നെ അതിനുശേഷം പിടിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല അന്ന് ആ വെടിവെപ്പിൽ മരിച്ച ആ ഒരു ഉദ്യോഗസ്ഥനുണ്ടല്ലോ, ആളുടെ അനിയൻ ഇപ്പോൾ ജോണിൻ്റെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിലുണ്ട്. എന്നിട്ട് ആ സീൻ അവിടെ വെച്ച് കട്ടായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ജോൺ ഉണ്ടല്ലോ, ജോൺ ഒരു ഫോൺ കോൾ വരുന്നതായിട്ടാണ്. അപ്പോൾ വിളിച്ചത് വേറെ ആരുമല്ല, ഡാർക്കർ തന്നെയായിരുന്നു. അപ്പോൾ അവൻ വിളിച്ചിട്ട് പറയുന്നത് നിന്റെ രഹസ്യങ്ങളൊക്കെ ഞാൻ പുറത്ത് പറയണോ എന്നൊക്കെയായിരുന്നു. അപ്പോൾ ഈ ജോണിൻ്റെ മുഖത്ത് എന്തൊക്കെയൊക്കെ ഒരു പേടിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇയാൾ എന്തോ ചെയ്തിട്ടുണ്ട് എന്തായാലും. അതേസമയം നമ്മുടെ സാം ഉണ്ടല്ലോ, അവൻ്റെ ഫ്രണ്ട് അന്ന് മരിച്ചുപോയ പീറ്റർ എന്തിനാണ് കൊല്ലപ്പെട്ടതെന്ന് അറിയണമായിരുന്നു.
അങ്ങനെ ഇവർ രണ്ടുപേരും ജനിച്ചു വളർന്ന ആ ഒരു ഓർഫനേജിലേക്ക് പോയിട്ട് പീറ്ററിൻ്റെ വിവരങ്ങളൊക്കെ ശേഖരിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ആ ഓർഫനേജുകാരാണെങ്കിൽ അധികം ഡീറ്റെയിൽസ് ഒന്നും നമ്മുടെ സാമിന് കൊടുക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് സാം കുറച്ച് ഭക്ഷണ സാധനങ്ങളുമായിട്ട് നമ്മുടെ ആ ഹോംലെസ് മാൻ ഉണ്ടല്ലോ അയാളെ കാണാൻ പോകുന്നുണ്ട്. അയാളാണെങ്കിൽ പൈസയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുന്നതായതുകൊണ്ട് ഭക്ഷണം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അതൊക്കെ വാങ്ങി കഴിക്കുന്നുമുണ്ട്. എന്നിട്ട് നമ്മുടെ സാം വീണ്ടും അയാളോട് ചോദിക്കുന്നുണ്ട്, നീ അന്ന് വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പം നമ്മുടെ ഹോംലെസ് മാൻ പറയുന്നുണ്ട്, ഞാൻ വേറൊന്നും കണ്ടിട്ടില്ലായിരുന്നു, അവിടെ എന്താ സംഭവം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പോയതായിരുന്നു, അപ്പോഴായിരുന്നു ആ ബ്ലാസ്റ്റ് സംഭവിച്ചതും എനിക്കിങ്ങനെ പറ്റിയെന്നുമൊക്കെ. അപ്പോൾ സാം വീണ്ടും അയാളോട് പറയുന്നുണ്ട്, ഈ പോലീസ് റിപ്പോർട്ടിൽ ബ്ലാസ്റ്റ് നടന്നേക്കുന്നത് 4:13 എൻ്റെ ഫോണിൽ പക്ഷേ സമയം കാണിക്കുന്നത് 4:15 ആ ഒരു 2 മിനിറ്റ്സ് ഗ്യാപ്പ് എങ്ങനെ വന്നു, നിനക്ക് അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എനിക്കങ്ങനെ അതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഞാനിതിൽ പെട്ടുപോയതായിരുന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് സാം നേരെ നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകയില്ലേ നേരത്തെ മരിച്ചിരുന്ന ആളുടെ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്ക് ഒരു ഡ്രോൺ അവരുടെ നേരെ വരുന്നതായിട്ട് നമ്മുടെ സാമിനെ കാണാം. അപ്പോൾ ഈ ഡ്രോൺ ആരാ അയച്ചേക്കുന്നതെന്ന് വെച്ചാൽ അത് നമ്മുടെ ഡാർക്കർ ആയിരുന്നു. അപ്പോൾ തന്നെ എല്ലാ പോലീസുകാരും കൂടിയിട്ട് ആ ഡ്രോണിന് പുറകെ പോകുന്നുണ്ട്. അങ്ങനെ ഈ ഡ്രോൺ ചെന്ന് നിൽക്കുന്നത് ഒരു ടണലിൻ്റെ അടുത്തായിരുന്നു. എന്നിട്ട് ബാക്കിയുള്ള ഓഫീസേഴ്സൊക്കെ ടണലിൻ്റെ പുറത്ത് ഡാർക്കറിനെ പിടിക്കാൻ നിന്നിട്ട് സാമും ജോണും പിന്നെ അന്ന് മരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അനിയനുണ്ടല്ലോ അയാളും കൂടിയിട്ട് ആ ടണലിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ ഡോങ്ലിയെ അവിടെ കെട്ടിയിട്ട് വെച്ചേക്കുന്നതും കാണാം. അവൻ്റെ ദേഹത്താണെങ്കിൽ ഒരു ടൈം ബോംബ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഡാർക്കർ പറയുന്നത് ഈ ടൈം ബോംബുമായിട്ട് 3 വയറുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ 3 വയറുകളും ഒന്നിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഈ ബോംബ് ഡെഫ്യൂസ് ആവും, നിങ്ങൾക്ക് എല്ലാവർക്കും രക്ഷപ്പെടാമെന്നായിരുന്നു. അങ്ങനെ ഇവർ 3 പേരും കൂടിയിട്ട് ആ വയറ് വലിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോഴേക്കും ആദ്യത്തെ ശ്രമത്തിൽ ഇവർക്ക് ഈ ബോംബ് ഡിഫ്യൂസ് ആക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം ആരോ ഒരാൾ ഈ വയറ് വലിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ജോൺ വീണ്ടും പറയുന്നുണ്ട്, നമുക്ക് ഒന്നുകൂടി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി വയറ് വലിക്കുമ്പോൾ കറക്റ്റായിട്ട് ബോംബ് ഡിഫ്യൂസ് ആവുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് ഡോങ്ലിയുടെ അടുത്ത് വന്ന് നോക്കുമ്പോഴേക്കായിരുന്നു നമ്മുടെ ഡോങ്ലിയെ ആരോ ഒരാൾ കഴുത്തറുത്ത് കൊന്നിട്ടുണ്ട്. മാത്രമല്ല അതിനടുത്തായിട്ട് വേറൊരു ബോംബ് കൂടി ഉണ്ടായിരുന്നു. ആ ബോംബ് പൊട്ടാൻ ഇനി 10 സെക്കൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടിയിട്ട് ഓടിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ആ ബോംബ് പൊട്ടിയിട്ട് ആ ടണൽ മൊത്തം തകരുന്നുമുണ്ട്. അങ്ങനെ പിറ്റേത്തെ ദിവസം ആയപ്പോഴാണ് വേറൊരു സംഭവം നടക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജോൺ ഉണ്ടല്ലോ ആ ഒരു പോലീസ് ഓഫീസർ, അയാൾ വന്നിട്ട് നമ്മുടെ സാമിനെ അറസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് പറയാണ്, നീയാണ് ആ ഡാർക്കർ എന്ന്. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ സാം ഉണ്ടല്ലോ അവനൊരു 16 വർഷങ്ങൾക്ക് മുൻപ്, അതായത് പഠിക്കുന്ന ആ ഒരു സമയത്ത് ഒരു പണി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ അക്കാദമിയിൽ ഉണ്ടായിരുന്ന വളരെ മോശമായിട്ടൊക്കെ പെരുമാറുന്ന ഒരു സാറിനെ ജസ്റ്റ് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിട്ട് ഇതുപോലെ ഒരു ഡെത്ത് നോട്ടീസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും അന്ന് സാം ഉണ്ടാക്കിയിരുന്ന അതേ പാറ്റേണിലുള്ള ആ ഒരു ഡെത്ത് നോട്ടീസ് തന്നെയാണ് ഇന്ന് ഈ ഡാർക്കർ യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഡാർക്കർ സാം തന്നെയാണെന്നാണ് ജോൺ പറയുന്നത്. അങ്ങനെ നമ്മുടെ സാമിനെ അറസ്റ്റ് ചെയ്തിട്ട് ലോക്കപ്പിൽ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും ഈ ഡാർക്കർ ഉണ്ടല്ലോ അവൻ വേറൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ആ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനല്ലേ ആൻഡ്രൂസ്, അയാളെ ഈ ഡാർക്കർ കൊല്ലാൻ പോവാണെന്ന്. അതറിഞ്ഞിട്ട് നമ്മുടെ ജോൺ പെട്ടെന്ന് തന്നെ ആൻഡ്രൂസിനെ കാണാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആളതൊന്നും കൂട്ടാക്കാതെ എനിക്കൊരു ബിസിനസ് ട്രിപ്പ് ഉണ്ട്, എനിക്കതിന് പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ യാത്ര പുറപ്പെടാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ജോൺ കുറേ പ്രാവശ്യം പറഞ്ഞിട്ട് അയാളെ ആ യാത്രയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അവസാനം ഈ ആൻഡ്രൂസ് പറയുന്നത്, നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ മാത്രം എൻ്റെ സെക്യൂരിറ്റി ഗാർഡായിട്ട് വന്നോളൂ എന്നാണ്. അങ്ങനെ ജോൺ അത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ നമ്മുടെ സാമിനെ കാണിക്കുന്നുണ്ട്. ആളിപ്പോൾ ലോക്കപ്പിലാണ്, എന്നാലും ആളുടേതായ രീതിയിൽ എന്തൊക്കെയൊക്കെയോ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. അവനെ കാണാനായിട്ട് അവനെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ലേഡി ഓഫീസർ ഉണ്ടല്ലോ അവൾ വരുമായിരുന്നു. എന്നിട്ട് അവൾ വന്നിട്ട് പറയുന്നത്, നീ തന്നേക്കുന്ന ആ ഒരു DNA ഉണ്ടല്ലോ അത് പെർഫെക്റ്റ് മാച്ച് ആയിരുന്നു, ആ ടെസ്റ്റ് പോസിറ്റീവ് ആയിരുന്നു എന്നായിരുന്നു. അതായത് സാം എന്തോ ഒരു DNA ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ഇവളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ അവളെ വേറൊരു കാര്യം കൂടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ സാമിൻ്റെ മരിച്ചുപോയ ഫ്രണ്ട് പീറ്റർ ഉണ്ടല്ലോ അവനെ ഈ ജോലിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അവൻ്റെ ഗേൾ ഫ്രണ്ട് മരിച്ചതിൻ്റെ പേരിൽ. ആ ഒരു സമയത്ത് അവിടെയുള്ള മേലുദ്യോഗസ്ഥനുമായിട്ട് അവൻ അവിടുന്ന് വഴക്കിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വഴക്ക് എന്തിൻ്റെ പേരിലായിരുന്നു എന്നായിരുന്നു ഇവളോട് അന്വേഷിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ വഴക്ക് അന്ന് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ ഇവള് വിവരങ്ങൾ തിരക്കിയപ്പോൾ അവരൊക്കെ പറയുന്നത്, അന്ന് ഈ പീറ്റർ ബഹളം വെക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ലവർ മരിക്കാൻ കാരണം ഈ ഉദ്യോഗസ്ഥനാണെന്നാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സാമിന് എന്തൊക്കെയൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവന് ഏകദേശം ആരാണ് കില്ലർ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മുടെ സാമിനെ അവിടെ നിന്നും വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ വഴിയിൽ വെച്ചിട്ട്
നമുക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലാകും. എന്താണെന്ന് വെച്ചാൽ ഈ സാമിനെ അറസ്റ്റ് ചെയ്തതൊക്കെ ഈ പോലീസുകാരുടെ ഒരു നാടകമായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ ജോൺ ഉണ്ടല്ലോ, പോലീസ് ഓഫീസർ ജോൺ, ആൾക്ക് ഡ്രോൺ വഴി ഒരു മെസ്സേജ് വരുന്നുണ്ട്. അതിലുണ്ടായിരുന്നത് ഈ സാം 16 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ തന്നെ ഒരു ഡെത്ത് നോട്ടീസ് അവൻ്റെ സാറിൻ്റെ മേലെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു. അപ്പോൾ ഈ മെസ്സേജ് കിട്ടിയ ജോൺ തന്നെയായിരുന്നു സാമിനോട് എന്താ ഇനി അടുത്ത പ്ലാൻ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ സാം തന്നെയാണ് ഈ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യുന്നതായിട്ടൊന്ന് ആക്ട് ചെയ്യും, അപ്പോൾ ഈ ഡാർക്കർ ഇത് കണ്ടിട്ട് സന്തോഷിക്കും. ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് അവനെ പൂട്ടാമെന്ന്. എന്നിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സാം ആ ഹോംലെസ് മാൻ ഉണ്ടല്ലോ അയാളെ കാണാൻ പോകുന്നതായിട്ടാണ്. എന്നിട്ട് സാം അയാളോട് പറയുന്നുണ്ട്, നിന്നോട് ഞാനന്ന് 4:13 ബോംബ് പൊട്ടിയത്, പക്ഷേ എൻ്റെ ഫോണിൽ 4:15 കാണിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ മനഃപൂർവ്വം പറഞ്ഞതായിരുന്നു എന്നും മാത്രമല്ല ഒരു 16 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എന്നെ പഠിപ്പിക്കുന്ന സാറിന് ഒരു ഡെത്ത് നോട്ടീസ് കൊടുത്തത് ഞാനുമായിട്ട് അത്രയ്ക്ക് അടുത്ത ബന്ധമുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ എന്നും സാം പറയുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് നമുക്ക് ആദ്യത്തെ ട്വിസ്റ്റ് മനസ്സിലാവുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് സാം പറയുന്നുണ്ട്, അന്ന് ശരിക്കും എന്തായിരിക്കും നടന്നതെന്ന് ഞാൻ പറയട്ടെ, എൻ്റെ ഫോണിൽ എങ്ങനെയാണ് സമയം മാറിയതെന്ന് ഞാൻ പറയട്ടെ. എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ പീറ്റർ, അവനൊരു ദിവസം കുടിച്ചിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് ബഹളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ചിലപ്പോൾ ഞാൻ കാണാതെ അവൻ എൻ്റെ ഫോണിലുള്ള സമയം 2 മിനിറ്റ് കൂട്ടി വെച്ച് കാണും. അതായത് 4:13 സമയമെങ്കിൽ 4:15 ആക്കിയിട്ട് അവൻ മനഃപൂർവ്വം സെറ്റ് ചെയ്ത് കാണും. മാത്രമല്ല അവനെ കുറിച്ചിട്ട് പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിലാണല്ലോ അവൻ്റെ ജോലി പോയേക്കുന്നത്. അത് ചെയ്തത് ജൂലിയാണല്ലോ, അതുകൊണ്ട് തന്നെ അവന് അവളോട് നല്ല ദേഷ്യവും ഉണ്ടായി കാണും. അങ്ങനെ അവൻ അവളെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടാകും. അന്ന് ഗോഡൗണിലെത്തിയ ജൂലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് പീറ്റർ ഉണ്ടാക്കിയ ഒരു നാടകമായിരുന്നു അതെന്നും, പീറ്റർ അവളുടെ അടുത്ത് ബോധം കെട്ട പോലെ അഭിനയിച്ച് കിടക്കുമായിരുന്നു, അവൻ്റെ ദേഹത്ത് അവൻ തന്നെ ബോംബ് വെച്ചിട്ട് അവളെ പറ്റിക്കുമായിരുന്നെന്നും, ആ സമയത്ത് ആദ്യം ജൂലി സാമിനെ വിളിക്കുമ്പോൾ പൊട്ടിത്തെറിച്ചത് ജൂലിയുടെ മൊബൈൽ ഫോൺ ആയിരുന്നെന്നും, അതിനുശേഷമാണ് ജൂലിയെ പീറ്റർ ബോധം കെടുത്തിയിട്ട് ഒറിജിനൽ ബോംബ് അവളുടെ അടുത്ത് വെച്ചതെന്നും, പീറ്ററും ആ ബോംബ് ബ്ലാസ്റ്റിൽ മരിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ബോഡിയുമായിട്ട് സാദൃശ്യമുള്ള വേറെ ആരുടെയും ബോഡി ജൂലിയുടെ അടുത്ത് തന്നെ കൊണ്ടുവച്ചതാണെന്ന് സാം പറയുന്നുണ്ട്. അപ്പോൾ ജൂലിയെ ബോധം കെടുത്തിട്ട് അതിനടുത്ത് വേറൊരു ബോഡിയും കൂടി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ബോംബ് ബ്ലാസ്റ്റിൽ അവർ രണ്ടുപേരും മരിച്ചതായിട്ട് കാണും. ആ സമയത്ത് അവിടെ നിന്ന് പീറ്റർ എസ്കേപ്പ് ആവാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ജൂലിക്ക് ബോധം തെളിയുന്നത്. അപ്പോൾ പീറ്റർ തന്നെ കൊല്ലാൻ പോവാണെന്ന് മനസ്സിലാക്കിയ ജൂലി ആ ബോംബ് പെട്ടെന്ന് തന്നെ പൊട്ടാൻ വേണ്ടി അവൾ ആ ബോംബിന്റെ വയറ് പിടിച്ച് വലിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് നടന്ന ആ ബോംബ് ബ്ലാസ്റ്റിൽ നമ്മുടെ ജൂലിയുടെയും വേറെ ആരുടെയും ബോഡിയും കിട്ടി. പക്ഷെ അതിൽ പെട്ടുപോയ നമ്മുടെ പീറ്റർ ഉണ്ടല്ലോ, ആള് മരിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നന്നായിട്ട് പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. അതായത് അന്ന് സാം വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഹോംലെസ് മാനിന് 70% പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നത്, അത് നമ്മുടെ പീറ്റർ ആയിരുന്നു. പക്ഷെ എല്ലാവരും വിചാരിക്കുന്നത് ജൂലിയും പീറ്ററും ആ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു. അപ്പം നമ്മുടെ സാമിൻ്റെ തൊട്ട് മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഹോംലെസ് മാൻ എന്ന് പറയുന്നത് നമ്മുടെ പീറ്റർ തന്നെയാണ്, സാമിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ആ പീറ്റർ. എന്നിട്ട് സാം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇതൊക്കെ ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചതെന്നറിയോ, നിൻ്റെ DNA ടെസ്റ്റ് നടത്തിയിട്ടാണെന്ന്. അതിനുശേഷം പീറ്ററിനോട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇതൊക്കെ ചെയ്തതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പീറ്റർ പറയുന്നത്, ഇവൻ ഈ കൊന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരായിരുന്നു, അവരുടെയൊക്കെ എന്തൊക്കെയൊക്കെയോ കുറേ രഹസ്യങ്ങൾ ഈ പീറ്ററിൻ്റെ ഗേൾ ഫ്രണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ അവര് ഇവന്റെ ഗേൾ ഫ്രണ്ടിനെ കൊന്നിട്ട് ആ വെള്ളത്തിലിടുന്നുണ്ട്. അതിന്റെ പ്രതികാരമായിട്ടാണ് അവരെല്ലാം കൊന്നതെന്ന് നമ്മുടെ പീറ്റർ പറയുന്നുണ്ട്. മാത്രമല്ല ജൂലി ആണെങ്കിൽ ഇതൊന്നും അറിയാതെ പീറ്ററിനെതിരെ പോസ്റ്റ് ഇട്ടു. ഇതിന്റെ വൈരാഗ്യം കാരണമാണ് ജൂലിയെയും ഇവൻ കൊല്ലുന്നത്. ജൂലിയെ കൊന്നതിന് ശേഷം ആ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനില്ലേ ആൻഡ്രൂസ്, അയാളെ കൊല്ലാനും നമ്മുടെ പീറ്റർ പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു. അയാൾക്കൊരു ഡെത്ത് നോട്ടീസും അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവനാണെങ്കിൽ ഈ ബോംബ് ബ്ലാസ്റ്റിൽ പെട്ടത് കാരണം അയാൾ അന്ന് രക്ഷപ്പെട്ടു. പക്ഷേ അപ്പോൾ സാം ചോദിക്കുന്നുണ്ട്, ഈ കൊലപാതകങ്ങളൊക്കെ നടക്കുമ്പോൾ നീ നിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് നീ കൊലകളൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോൾ പീറ്റർ അതിന് കറക്റ്റായിട്ടുള്ള മറുപടി ഒന്നും കൊടുക്കുന്നില്ല. കാരണം അവന് വേണ്ടിയിട്ട് വേറെ ആരുമാണ് ഈ കൊലകളൊക്കെ ചെയ്യുന്നത്. അത് എത്ര ചോദിച്ചിട്ടും നമ്മുടെ പീറ്റർ പറയുന്നില്ല. അങ്ങനെ അവന് കുറേ അടിയൊക്കെ കിട്ടിയിട്ട് ബോധം കിട്ടി കിടക്കുമ്പോഴാണ് നമ്മുടെ സാം ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ പീറ്ററിൻ്റെ ഫേസ് ഉണ്ടല്ലോ, ഈ ഫേസിൻ്റെ സൈഡിൽ നിന്നും ഒരു മാസ്ക് പോലെ എന്തോന്ന് ഇളകി വരുന്നത്. അവനത് വലിച്ചു പറിച്ച് കളയുമ്പോഴേക്ക് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പീറ്റർ ആയിരുന്നില്ല, പീറ്ററിനെ പോലെ മാസ്ക് ഒക്കെ ഒടിച്ചിട്ട് നിൽക്കണ വേറൊരുത്തനായിരുന്നു. അപ്പോൾ ശരിക്കുള്ള പീറ്റർ ഇപ്പോൾ ആ ബിസിനസ്സുകാരനുണ്ടല്ലോ ആൻഡ്രൂസ്, അവനെ കൊല്ലാൻ പോയിട്ടുണ്ടാവും. അയാളാണെങ്കിൽ എവിടെയോ ബിസിനസ് ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ നിൽക്കുമായിരുന്നു. അയാളുടെ സെക്യൂരിറ്റിക്കായിട്ട് നമ്മുടെ പോലീസ് ഓഫീസർ ജോണും അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ ജോണിൻ്റെ ഫോണിലേക്ക് ഒരു വീഡിയോ മെസ്സേജ് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അന്ന് അവർ ആ ക്രിമിനൽ ഡോങ്ക്ലീനെ പിടിക്കാൻ വേണ്ടിയിട്ട് ടണലിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ലേ, അന്ന് അയാൾ കഴുത്തറത്തിട്ട് ആരോ കൊന്നിട്ടുണ്ടായിരുന്നില്ലേ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജോൺ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ മുൻപ് ഡോങ്ക്ലീനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജോണും അവൻ്റെ ഒരു ഫ്രണ്ട് പോലീസ് ഓഫീസറും കൂടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ ഒരു വെടിവെപ്പിൽ ഈ പോലീസുകാരൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ശരിക്കും പറഞ്ഞാൽ അന്ന് ആ ഡോങ്ക്ലിയുടെ വെടി കൊണ്ടിട്ടല്ല ആ പോലീസുകാരൻ മരിക്കുന്നത്, നമ്മുടെ ജോണിൻ്റെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ പറ്റിയ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു അത്.
അങ്ങനെ ഈ കാര്യം നേരിട്ട് കണ്ട ഡോങ്ലി ഈ കാര്യം വേറെ ആരോടും പറയാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് ജോൺ ഈ ഡോങ്ലീനെ കഴുത്തറുത്ത് കൊന്നത്. പക്ഷെ നമ്മുടെ കില്ലർ ഉണ്ടല്ലോ, ഡാർക്കർ, അവൻ ഇതെല്ലാം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വീഡിയോ ആയിരുന്നു ഇപ്പം നമ്മുടെ ജോണിൻ്റെ ഫോണിലേക്ക് ഡാർക്കർ സെൻഡ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ഡാർക്കർ ഇവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇപ്പം തന്നെ ഈ ബിസിനസ്സുകാരൻ ആൻഡ്രൂസിനെ കൊല്ലാൻ പോവുകയാണെന്ന്. എന്നിട്ട് അപ്പം തന്നെ ആ കോള് കട്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജോൺ ആ വിളിച്ച നമ്പർ ഉണ്ടല്ലോ അതിലേക്കൊന്ന് തിരിച്ച് വിളിച്ച് നോക്കുന്നുണ്ട്. കാരണം ഈ ഡാർക്കർ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഈ ഫോൺ ബെല്ലടിക്കുമല്ലോ. അങ്ങനെ തിരിച്ച് ജോൺ വിളിച്ച് നോക്കുമ്പോൾ അടുത്ത് നിന്നും ഫോൺ ബെല്ലടി കേൾക്കുന്നുണ്ട്. അപ്പോൾ അതായിരിക്കണമല്ലോ നമ്മുടെ ഡാർക്കർ. അപ്പം തന്നെ നമ്മുടെ ജോൺ ഒറ്റ വെടി. ഡാർക്കർ സ്പോട്ടിൽ തന്നെ മരിച്ചു. അതിനുശേഷമാണ് നമ്മുടെ ജോൺ അവനെ പറ്റിയ അബദ്ധം ഒന്നുകൂടി മനസ്സിലാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവൻ വെടിവെച്ചിട്ടേക്കുന്നത് ഡാർക്കറിനെ ആയിരുന്നില്ല, അത് നമ്മുടെ ബിസിനസ്മാൻ ആൻഡ്രൂസ് ആയിരുന്നു. അതേസമയം തന്നെ നമ്മുടെ സാം ഈ ഒറിജിനൽ പീറ്ററിനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് അവിടുന്ന് കുറച്ച് അടിപിടിയൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് സാം പീറ്ററിനോട് ചോദിക്കുന്നുണ്ട്, ഓക്കെ, നീ ജോലിയെയും ആ പോലീസ് ഉദ്യോഗസ്ഥനെയൊക്കെ കൊന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പക്ഷേ എന്തിനാണ് സാമിൻ്റെ ഫ്രണ്ടായിട്ടുണ്ടായിരുന്ന ആ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനില്ലേ അയാളെയും ആ പരിസ്ഥിതി പ്രവർത്തകയെയും ഒക്കെ കൊല്ലുന്നതെന്ന്. അപ്പം നമ്മുടെ പീറ്റർ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതിന് അവരെ കൊന്നത് ഞാനാണെന്ന് നിന്നോട് ആരാ പറഞ്ഞതെന്ന്. അവിടെ വെച്ചിട്ടാണ് അടുത്ത ട്വിസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പീറ്റർ ആയിരുന്നില്ല അവരെ ഒന്നും കൊല്ലുന്നത്. ഇവൻ്റെ ഈ പദ്ധതിയൊക്കെ അറിഞ്ഞിട്ട് ഇവൻ്റെ കൂട്ടത്തിലേക്ക് വേറൊരാൾ കൂടി വരുന്നുണ്ട്. അയാളുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ആ ഗ്രാമത്തിലുള്ള സ്ഥലമൊക്കെ ആയിരുന്നു. പക്ഷെ അതിനെതിരെ നിൽക്കുന്നവരാണ് ഈ പരിസ്ഥിതി പ്രവർത്തകയും മറ്റേ ആ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനുമൊക്കെ. അപ്പോൾ അവരെ തീർത്താൽ ആ ഗ്രാമത്തിലുള്ള സ്ഥലം മൊത്തം ഇയാളുടെ സ്വന്തമാകും. അപ്പം നേരത്തെ നമ്മുടെ ജോണിനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, ആൻഡ്രൂസിനെ കൊല്ലാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പീറ്റർ ആയിരുന്നില്ല, അവനായിരുന്നു യഥാർത്ഥ ഡാർക്കർ. പക്ഷെ അത് ആരാണെന്ന് എത്ര ചോദിച്ചിട്ടും നമ്മുടെ പീറ്റർ പറയുന്നില്ല. അങ്ങനെ പീറ്ററെ അറസ്റ്റ് ചെയ്തിട്ട് പോലീസുകാരൊക്കെ അവനെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അതിനുശേഷം സാം അവൻ്റെ സഹപ്രവർത്തകരോടൊക്കെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, യഥാർത്ഥ ഡാർക്കർ ഇപ്പോഴും പുറത്താണ്, അവൻ ഇനിയും ആൾക്കാരെ കൊല്ലുമെന്ന്. ശരിക്കും പറഞ്ഞാൽ അത് ആരാണെന്ന് നമ്മളോട് പറയാതെയാണ് ഈ മൂവി അവസാനിപ്പിക്കുന്നത്. ശരിക്കും അങ്ങനെ ഒരു ഡാർക്കർ ഉണ്ടോ, ഇനി പീറ്റർ ചുമ്മാ കളിപ്പിക്കുന്നതാണോ എന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. അവസാനമൊക്കെ ആകുമ്പോഴേക്കും എല്ലാവർക്കും കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്നറിയാം. എന്നാലും അവിടെ വെച്ചിട്ട് നമ്മുടെ മൂവി അവസാനിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് ഈ മൂവിയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം?